ഇന്ന് മകരവിളക്ക് നിങ്ങൾക്കറിയാം, ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് മകരജ്യോതി ദർശിക്കാൻ. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജ നടക്കുകയാണിപ്പോൾ. വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, വിശദാംശങ്ങൾ. ഇന്നത്തെ ദിവസത്തെ പ്രധാന ചടങ്ങുകളിലൊന്നായ മകരസംക്രമ പൂജ പൂർത്തിയായിട്ടുണ്ട്. 8:45-നും 9:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു, അതായത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരസംക്രമ പൂജ പൂർത്തിയായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ പൂജയ്ക്ക് ശേഷമുള്ള കർമ്മങ്ങളാണിപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവൻ, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശബരിമല സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. തീർത്ഥാടകരെല്ലാം തന്നെ തൊഴുകൈകളോടെ, കൂപ്പുകൈകളോടെ ശരണം വിളിച്ച് ഈ ചടങ്ങുകളിൽ മുഴുകുന്ന ഒരു കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ച നെയ്യ് ഈ വേളയിൽ അഭിഷേകം ചെയ്തു എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. അവതാര ഉദ്ദേശം പൂർത്തിയാക്കി ശ്രീ അയ്യപ്പൻ ശബരിമല ശാസ്താ വിഗ്രഹത്തിൽ ലയിച്ചത് ഈ ദിവസമാണെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായാണ് മകരസംക്രമ പൂജ നടന്നത്. എന്താണെങ്കിലും ആ പൂജ പൂർത്തിയായിട്ടുണ്ട്. ഈ സമയം വരെ തീർത്ഥാടകരെ ഇപ്പോൾ ദർശനത്തിന് അനുവദിക്കുന്നില്ലായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വീണ്ടും തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തിവിടും. തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നിലയ്ക്കലിലാണ് ഘോഷയാത്രയുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നിലയ്ക്കൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ നിലയ്ക്കൽ നിന്നുള്ള വിവരങ്ങൾ. SKN ഭക്തിസാന്ദ്രമായി ആ ഘോഷയാത്ര, തിരുവാഭരണം, അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ അല്പസമയം വെച്ചു, ദർശനത്തിനായി വെച്ചു. അവിടെ നിരവധി ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തർ വന്ന് ദർശന സാഫല്യമടഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്ന് നേരെ അട്ടത്തോട് വഴി കടക്കുകയാണ്. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരം കടന്ന് അട്ടത്തോടിലേക്ക് നീങ്ങുകയാണ്. അട്ടത്തോട് വഴി കാനനപാതയിലേക്ക് കടക്കും. അവിടെ നിന്ന് ഇടതുഭാഗത്തേക്ക് ചേർന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ നേരെ ചെല്ലുന്നത് പിന്നീട് വൈകുന്നേരം 5:30 മണിയോടുകൂടിയായിരിക്കും ശരംകുത്തിയിൽ എത്തിച്ചേരുക. അങ്ങനെ ശരംകുത്തിയിൽ എത്തിച്ചേർന്ന് പിന്നീട് ഘോഷയാത്രയെ അവിടെ വെച്ച് സ്വീകരിക്കും ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ. അതിനുശേഷം നേരെ സന്നിധാനത്ത് എത്തിച്ചേരും. മകരവിളക്ക് ദർശിക്കുന്ന സമയത്ത് അവിടെയായിരിക്കും എത്തിച്ചേരുക. എന്തായാലും ഇതിൻ്റെ എത്രയോ വർഷങ്ങളായി ഇത് വഹിക്കുന്ന വാഹകരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്ര വർഷമായി സ്വാമി? 39 വർഷമായി അല്ലേ? ഇത് ഇത്തവണ എങ്ങനെയുണ്ട്? ഒരു പേരെന്താ സ്വാമിയുടെ? ശിവൻപിള്ള. എവിടെ സ്വദേശം എവിടെയാണ്? അതെ അല്ലേ? എന്തായാലും സ്വാമി 39 വർഷം മാത്രമല്ല 52 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ DYSP സന്തോഷ് സാർ തരുന്നുണ്ട്. സാറേ, എങ്ങനെയുണ്ട് ഏറ്റവും അവസാനം? വളരെ നല്ല, അവിടുന്ന് പോലും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് പോയി. അയ്യപ്പൻ്റെ കടാശം കൊണ്ടെല്ലാം വളരെ ഭംഗിയായിട്ട് എത്തിക്കും, അങ്ങോട്ട് എത്തിക്കും. വളരെ സന്തോഷത്തോടു കൂടിയാ എന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഇത് പൂർണ്ണമായി അതിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് രംഗത്തുള്ളത്. വളരെ ഒരു കുഴപ്പമില്ലാതെ തന്നെ എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ആംബുലൻസ് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഏതോ ഒരു രോഗിക്ക് ആർക്കോ എന്തോ കാര്യമായ രീതിയിൽ കുഴപ്പം സംഭവിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വഴി പോലീസുകാർ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ വലിയ തോതിൽ ഭക്തജന തിരക്കുണ്ട്. ഇനി വൈകുന്നേരം കുറച്ച് അപ്പുറത്തേക്ക് എത്തുമ്പോൾ സാധാരണ എല്ലാവരും കരുതുക ഇത് പമ്പ വഴിയാണ് പോവുക എന്നാണ്. പക്ഷേ പമ്പ വഴിയല്ല പോവുക. അട്ടത്തോട് വെച്ച് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് പരമ്പരാഗത കാനനപാത വഴിയാണ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വലിയ ഭക്തജന തിരക്കുണ്ട്. എന്തായാലും ശബരിമല മകരവിളക്ക് ദർശിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഈ തിരുവാഭരണം ധരിച്ചുള്ള അയ്യപ്പനെ കാണാനും ഒരുങ്ങിക്കഴിഞ്ഞു. താങ്ക് യു ശ്രീജിത്ത്.